ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി സ്വാമിയെ ക്ഷണിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം വിരാട് വിശ്വബ്രഹ്മണേ നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, നമ്മുടെ സൗഹൃദവേദിയുടെ ഋഷിപഞ്ചമി ആഘോഷം കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ഈ വർഷവും നിങ്ങളോടൊന്ന് ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ എനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഗുരുപരമ്പരകളുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എവിടെയും ഏതു വേദിയിലും തുറന്നു പറയാൻ എനിക്ക് കഴിയുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിയ നന്മയുടെ വഴികളെ തുറന്നു പറയാൻ മടിയില്ല എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് തന്നെ എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അഹംഭാവത്തോടു കൂടിയിട്ടല്ല, അല്ലാതെ തുറന്നു പറയാൻ എനിക്ക് കഴിയുന്നത് ചില വിഷയങ്ങളാണ്. കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിനിടയിൽ മറ്റു പല സമുദായങ്ങളും സംഘടനകളും സന്യാസ കൂട്ടായ്മകളും ക്ഷേത്രങ്ങളുമെല്ലാം ഒരു വിശ്വകർമ്മജൻ എന്ന രീതിയിൽ എന്നെ പല പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും അവിടെയൊക്കെ ആദരവ് നൽകുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു വിശ്വകർമ്മ കുലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസി എന്ന നിലയിൽ എന്നെ ഒരു വേദി നൽകി എന്നെ സമൂഹത്തിലേക്ക് എത്തിച്ചത് സൗഹൃദവേദിയാണ്. അതിന് മനീഷ്ജിയും കൂടെ പ്രവർത്തിക്കുന്ന കുറേ നല്ല മനസ്സുകളും ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിറഞ്ഞു നിൽക്കും. ഇതെല്ലാം ഈശ്വര നിശ്ചയമാണ്. ഉപനിഷത്തും യോഗ വേദാന്തങ്ങളുമെല്ലാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ കർമ്മങ്ങളും കർമ്മബന്ധങ്ങളുമാണ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന്. മനുഷ്യനായി ജനിക്കാൻ ഒരുപാട് ജീവജാലങ്ങളായി നാം ജനിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മനുഷ്യനായി ജനിക്കാൻ കഴിയുന്ന ഈ ഒരു ജന്മമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമായ ജന്മം. മറ്റതെല്ലാം കർമ്മങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി അനുഭവിക്കുന്ന ജന്മങ്ങളാണ് ജീവജാലങ്ങളായിട്ടുള്ളത്. എന്നാൽ മനുഷ്യജന്മത്തിൽ വെറുമൊരു മനുഷ്യനായി ജനിച്ച് വെറുമൊരു മനുഷ്യനായി ജീവിച്ച് അതേപോലെ തന്നെ മരിക്കുക എന്നതിലുപരി ഈ മനുഷ്യനെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഈശ്വരൻ്റെ പേരിലുള്ള കുലത്തിൽ ജനിക്കുക എന്നത് ഏറ്റവും അനുഗ്രഹകരമായ ഒന്നാണ്. ആ കുലത്തിൽ ജനിച്ചവരാണ് വിശ്വകർമ്മജർ അല്ലെങ്കിൽ വിശ്വബ്രാഹ്മണർ എന്ന നാം ഓരോരുത്തരും. പക്ഷേ ഈ സത്യത്തെ നമ്മളിൽ പലരും ചിന്തിക്കുന്നില്ല. ഉണ്ണാനും ഉറങ്ങാനും
ഉണ്ണികളെ സൃഷ്ടിക്കാനുമാണ് മനുഷ്യജന്മമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ഉദ്ഘാടന പ്രസംഗം അധികം നീട്ടുന്നില്ല. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, അതുപോലെ ആദരണീയരായ പ്രിയപ്പെട്ടവർ, ഇവർക്കും നിങ്ങൾക്കുമെല്ലാം നമസ്കാരം അർപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന 1-2 വിഷയങ്ങൾ വിശ്വകർമ്മ കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ടും വിശ്വകർമ്മ കുലത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമായി എന്നുള്ളത് കൊണ്ടും നമ്മൾ ആരും സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കുലമാണ് വിശ്വകർമ്മർ. ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് എന്താണോ, ചീഫ് ജസ്റ്റിസിന് എന്താണോ പവർ, അതേ പവറിന് തുല്യമാണ് വിശ്വകർമ്മ കുലത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ, നിഷ്ഠകൾ പാലിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, സാത്വിക ജീവിതം നയിക്കുന്ന ഓരോ ആചാര്യന്മാരും. ഓരോ കുടുംബാംഗങ്ങളും സമൂഹത്തിന് നന്മയും സുരക്ഷയും സമാധാനവും ഐശ്വര്യവും പകർന്നു കൊടുക്കുന്ന ഭിക്ഷുകരന്മാരുടെയും നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ചുമതലകളെ വഹിക്കുന്നവരാണ് വിശ്വകർമ്മർ ഓരോരുത്തരും. കാരണം മനു, മയ, തൊഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ 5 ഗോത്രങ്ങളിൽ നമ്മൾ ജനിച്ചു എങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കാതെ കൊല്ലനും ആശാരിയും തട്ടാനും ശില്പിയും ഒക്കെ ആയി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? പോലീസുകാരനായാൽ ട്രാഫിക്കിൽ വെറുതെ നിന്ന് കൈ കാണിച്ചാൽ പോരാ. ഞാൻ കുറച്ചു കാലം ആ ജോലി ചെയ്തതുകൊണ്ടാണ് പറയുന്നത്. വെറുതെ നിന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് കാണിച്ച് വണ്ടികൾ നിർത്തുക, കയറ്റി വിടുക എന്നതിലുപരി ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി കൃത്യമായി വാഹനങ്ങളെ ഒരു അപകടവും അനർത്ഥവും കൂടാതെ സുരക്ഷിതമായി സുഗമമായ റോഡിലൂടെ സുരക്ഷിതമായ യാത്ര ചെയ്യാൻ ജനത്തെ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന പോലീസുകാരൻ. അതുപോലെയാണ് വിശ്വകർമ്മ കുലത്തിൽ ജനിച്ച ഓരോ ഗോത്രത്തിലെയും, ഈ 5 ഗോത്രത്തിലെയും ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം. മരപ്പണി ചെയ്യുന്നവർ, കൽപ്പണി ചെയ്യുന്നവർ, സ്ഥപതിമാർ, മറ്റുള്ള ജ്യോതിഷ കാര്യങ്ങൾ ചെയ്യുന്നവർ വിശ്വകർമ്മ കുലത്തിൽ ജനിച്ചവരാണെങ്കിൽ മറ്റുള്ള കുലങ്ങളെ പോലെയല്ല, അവർ തങ്ങളുടെ കർത്തവ്യം, കർമ്മം കൃത്യമായി ചെയ്തെടുക്കേണ്ടവരാണ്. ഞാൻ പണിയുന്ന വീട്ടിൽ താമസിക്കുന്ന കുടുംബം സർവ്വവിധമായ നന്മയും അനുസരിച്ച് അനുഭവിച്ച് ജീവിക്കാൻ അവർ യോഗ്യരായി തീരണം. അതുകൊണ്ട് ആ ഗൃഹം പണിയുന്ന ഞാനും ആ ഗൃഹത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു ഭാഗമായി തീരും. അവർക്ക് കിട്ടുന്ന നന്മകളുടെ ഒരു ഭാഗം ഈശ്വരൻ എനിക്ക് തരും. അതിലുപരി ഞാൻ ആ ഗൃഹം നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ അതിൻ്റെ അളവിൽ, കണക്കിൽ, അതിൻ്റെ പ്രവൃത്തികളിൽ ദോഷം വരുത്തി വെച്ചാൽ ആ കുടുംബത്തിന് വരുന്ന ദോഷങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം ദോഷം എനിക്കും വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ നിഷ്ഠയോടുകൂടി ആ ഗൃഹം നിർമ്മിച്ചു കൊടുക്കുന്നവനാണ് ഒരു സ്ഥപതി. സ്വർണം പണിയുമ്പോഴും അത് നിങ്ങൾക്കറിയാം. അതിൽ ചെമ്പ് കൂടിയാൽ എന്തു പറ്റും? അവൻ ശപിക്കപ്പെടും, സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ ഏത് പണിയെടുത്താലും, ഏത് ശില്പം നിർമ്മിച്ചാൽ, ശില്പി ആയിക്കൊള്ളട്ടെ, ആ ശില്പത്തിന് ഭംഗി കൊടുക്കുന്ന ധ്യാന ശ്ലോകത്തിനനുസരിച്ച് അതിൻ്റെ ആകാര ഭംഗികളും കണ്ണും ചുണ്ടും കവിളും നെറ്റിയും മുടികളും മാർത്തടങ്ങളും എല്ലാം കൃത്യമായി വന്നാൽ അതൊരു വിഗ്രഹമായി തീരും. എന്തെങ്കിലും ഒരു രൂപമുണ്ടാക്കി കുട്ടികൾ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളിലൊക്കെ പേപ്പറിൽ വരച്ചു വെക്കുന്നവരൊരു പടം വരച്ചാൽ അതൊരു പടമാകുമോ? അപ്പോൾ നമ്മൾക്ക് ഈ 5 ഗോത്രത്തിനും ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ധർമ്മം നിലനിർത്തുക എന്നതാണ്. അതിന് നമ്മളിൽ എവിടെയാ ധർമ്മമുള്ളത്? നമ്മൾ ധർമ്മക്കാരെക്കാളും കഷ്ടമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം നിലനിൽക്കണം.
സർവധർമ്മ സമഭാവന, അതാണ് സനാതനധർമ്മം. എല്ലാത്തിനെയും തുല്യമായി കാണാനുള്ള കഴിവ്, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ചേർത്ത് പിടിച്ച് അവരെ സേവിക്കുക മാത്രമല്ല അവരുടെ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വകർമ്മർ. കഴിഞ്ഞ 2 തവണയും ഇത് ഞാൻ പറഞ്ഞതായതുകൊണ്ട് ബാക്കി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും കഴിഞ്ഞ തവണ വരാത്തവർക്ക് വേണ്ടി 1-2 വാക്കുകൾ പറയുന്നു. വിശ്വകർമ്മർ ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും ഗുരുക്കന്മാരാണ്. ഈ ചാതുർവർണ്ണങ്ങളിൽ വിശ്വകർമ്മജർ പെടുന്നില്ല. ഭഗവാന്റെ സൃഷ്ടികളാണ്. ഭഗവാന്റെ സൃഷ്ടികളെ നയിക്കാൻ ഭഗവാൻ തന്നെ കൽപ്പിച്ചിറക്കിയ ഋഷി പരമ്പരകളാണ്. ഇന്ന് ഋഷിപഞ്ചമിയാണ്. എന്നിട്ട് ഋഷിപഞ്ചമി ആഘോഷിക്കുന്നത് എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്? സംഘടനകൾ ആഘോഷിക്കുന്നുണ്ട്, സമുദായ സംഘടനകൾ. അതുപോലെ ഇതുപോലുള്ള കൂട്ടായ്മകൾ ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പൂജകൾ നടക്കുന്നുണ്ട്. എവിടെയാ ഋഷി പരമ്പരകളിൽപ്പെട്ടവർ നമ്മുടെ കുലത്തിലുള്ളത്? സന്യാസിമാരെ എത്ര പേരെ വിശ്വകർമ്മ കുലത്തിൻ്റെ പരിപാടികൾക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ, ഞാൻ ആ ശ്ലോകം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ന് രാവിലെ ഞാൻ എഴുതിയിട്ട ആത്മസന്ദേശത്തിൽ ഋഷിപഞ്ചമി എന്താണ് എന്നും ഋഷിപഞ്ചമിയിൽ ആരൊക്കെയാണ് ഭാഗമായുന്നവർ എന്നും എഴുതിയിട്ടുണ്ട്. അത് സാധുസ്വാമി എഴുതിയതല്ല, ഋഗ്വേദത്തിലെ ശ്ലോകമാണ്. സന്യാസിമാരെ, ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ ഒക്കെ ആദരിക്കാനുള്ള ദിവസമാണ് ഋഷിപഞ്ചമി. ഭഗവാൻ വേദം പകർന്നു കൊടുത്ത ദിവസം. അത് ആർക്കാ കൊടുത്തേ? വെറുതെ ആരെങ്കിലും വന്ന് കൊണ്ടു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ നറുക്കെടുത്ത് കൊടുത്തതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആ ഋഷിമാർക്കാണ് ഈ വേദം കൊടുത്തത്. ആ ഋഷിമാരിലൂടെയാണ് ഇന്നീ കാണുന്ന സമൂഹത്തിലെ എല്ലാവർക്കും അത് പകർന്നു കിട്ടിയത്. പക്ഷേ ആ ഋഷിമാരുടെ പേര് പോലും പറയാൻ ഇന്ന് നമ്മൾക്കറിയില്ല. എന്തിന്? കുറ്റം പറയുന്നതല്ല, എന്ന് പറയുന്നില്ല. ഇത് വിളക്ക് കത്തിച്ചപ്പോൾ ഞാൻ കണ്ടു, അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രദക്ഷിണമായിട്ട് വിളക്ക് കത്തിക്കാൻ പോലും നമ്മുടെ ആളുകൾക്കറിയില്ല. നമ്മളതൊക്കെ പഠിക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം, വളരെ ചിന്തയോടുകൂടി ജീവിക്കണം. നമുക്ക് സമുദായ സംഘടനകൾ ധാരാളമുണ്ട്, ധാരാളം ആചാര്യന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? സംഘടനകളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളെ കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിലും അതുപോലെ മറ്റു പല വകുപ്പുകളിലുമൊക്കെ ഓരോ സ്ഥാനങ്ങളൊക്കെ കിട്ടി, ആനുകൂല്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് ലഭിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ ആചാരവും അനുഷ്ഠാനവും ഇല്ലാതെ നമ്മളിങ്ങനെ നീങ്ങിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നിങ്ങളൊക്കെ പല സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ളവരാണ്. വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും എല്ലാവരും പല സംഘടനകളുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ആ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സംഘടനകളിലും ആത്മീയതയെ പകരണം, ആത്മീയത കൊണ്ടുവരണം. രാവിലെ ഇവിടെ സ്ഥപതി ഓമനക്കുട്ടനെത്തി. ഇപ്പോൾ നമ്മുടെ പനച്ചിക്കാട് ഭാഗത്ത്, അവിടെ പനച്ചിക്കാട് സദാശിവൻ, അതുപോലെ ആദരണീയനായ പ്രസാദാചാര്യ, ഇവരെല്ലാം ചേർന്ന് ഒരു മഹാകാവ്യം പ്രസിദ്ധീകരിച്ചു. ആ ഗ്രന്ഥം അതൊരു വേദമാക്കി പ്രഖ്യാപിച്ചു. നമ്മൾ എത്ര പേര് ആ പരിപാടികളിൽ പങ്കെടുത്തു? ഈ ലോകത്തിൽ ഏതെല്ലാം സമുദായങ്ങളും ഏതെല്ലാം മതങ്ങളുമുണ്ടോ അവരാരെങ്കിലും ഇതുപോലെ ഒരു ഗ്രന്ഥം ഇറക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ആ ഗ്രന്ഥത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ, ചോദിക്കാൻ ആരെങ്കിലും തയ്യാറായോ? നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയാം, ഈ ഇരിക്കുന്ന ഇത്രയും പേരുടെ വീടുകളിൽ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 3/4 പേരുടെ വീടുകളിലെങ്കിലും ബൈബിൾ ഉണ്ടാവും.
കൊണ്ടുത്തരും, ഫ്രീ ആയിട്ട് കൊണ്ടുത്തരുന്നതാ. നമ്മൾ മേടിച്ചു വയ്ക്കും. മനഃപൂർവ്വം ചെയ്യുന്ന കുറ്റമല്ല. ഈശ്വരനെക്കുറിച്ച് എഴുതിയൊരു ഗ്രന്ഥമാണല്ലോ എന്ന് പറഞ്ഞ് മേടിച്ചു വയ്ക്കും. പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ. പക്ഷേ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എഴുതിയ ഗ്രന്ഥങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആചാരക്രമങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രസാദ് ആചാര്യയെ പോലെയുള്ള അതുപോലെയുള്ള ഗുരുക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അങ്ങനെയുള്ളവരെ നമസ്കരിച്ചുകൊണ്ട്, ഒരു സ്ഥപതി വന്നാൽ, ഒരു സന്യാസിയെ കണ്ടാൽ നിങ്ങൾ നമസ്കരിക്കുമല്ലോ. എന്തുകൊണ്ടൊരു സ്ഥപതിയെ നമസ്കരിക്കുന്നില്ല? ഞാനടക്കം, ഒരു സന്യാസിയായ ഞാനടക്കം പാദം തൊട്ട് നമസ്കരിക്കേണ്ട ഒരു കുടുംബത്തിൽ അംഗങ്ങളാണ് ഈ മുമ്പിലിരിക്കുന്നത്. ഓണവില്ല് കുടുംബം. ഭഗവാനെ അത് കാണിക്കുന്നതുവരെ കൊട്ടാരത്തിലെ ഒരാളും എന്ത് ചെയ്യില്ല, ഭഗവതിയെ ദർശിക്കാൻ അവിടെ പോകാറില്ല. ശരിയല്ലേ? ആദ്യം ഭഗവാനെ ദർശിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു കുടുംബമാണ്. അത്രയേറെ പ്രാധാന്യമുള്ള വിശ്വകർമ്മ കുലത്തിൽ ആചാര്യന്മാർ ഒരുപാട് പേര്, സ്ഥപതിമാർ, ക്ഷേത്രത്തിലെ ദേവൻ പോലും എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് പറയുന്നത് താന്ത്രിക വിധിപ്രകാരം. ഒരു സ്ഥപതി ക്ഷേത്രത്തിൽ ചെന്നാൽ ക്ഷേത്രത്തിലെ താന്ത്രിക ആചാര്യൻ, തന്ത്രി അവിടെ ഉണ്ട് എങ്കിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കണം. ഭഗവാന് നേദ്യം കൊടുക്കുന്ന സമയത്ത്, ബലിക്കല്ലിൽ ബലി തൂവുന്ന സമയത്ത് ആരും ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാടില്ല. ശരിയല്ലേ? പക്ഷേ ശില്പി, ആ വിഗ്രഹം നിർമ്മിച്ച ഒരു സ്ഥപതി, ആ ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ചെന്നാൽ എന്ത് ചെയ്യാം? ശ്രീകോവിലിൻ്റെ സോപാനത്തേൽ വരെ കയറിയിരിക്കാം. ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ തത്വവും പ്രമാണവും ഞാൻ കാണിച്ചു തരാം. താന്ത്രിക ഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും വൈദിക ആചാരാനുഷ്ഠാനങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇത്രയേറെ പ്രധാനപ്പെട്ട ആചാരനിഷ്ഠകളും ഗുരുസ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന ഗുരുസ്ഥാനീയരായ വിശ്വകർമ്മജർ ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നത്? സൗഹൃദവേദിയുടെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത വർഷം ഈ വേദിയെ അലങ്കരിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഓരോരുത്തരും ഇന്നേ നിശ്ചയിച്ചിട്ട് പോകണം. ഇവിടുന്ന് വരുമ്പോൾ അടുത്ത വർഷം ഞാൻ ഒരു 2 പേരെ വീതമെങ്കിലും എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുത്താൻ ഞാൻ കൂടെ കൊണ്ടുവരും. ഇതിൽ അംഗങ്ങളാക്കി ചേർക്കും. എന്നിട്ട് 2 മാസത്തിലൊരിക്കൽ ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ നാമജപം നടത്തും. വിശ്വകർമ്മദേവനെക്കുറിച്ച് കീർത്തനങ്ങൾ പാടും, ശ്ലോകങ്ങൾ ചൊല്ലും, ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലും. നേരത്തെ ദീപം വിളക്ക് കത്തിച്ചപ്പോൾ ചൊല്ലിയില്ലേ ഐക്യമത്യ സൂക്തം? അതിൽ ഓരോ വരികളും വിശ്വബ്രഹ്മദേവനെ കുറിച്ചുള്ളതാണ്. ഈശ്വരനോട് നമ്മുടെ ഐക്യത്തെ, സമാധാനത്തെ, സന്തോഷത്തെ പഠിപ്പിക്കണമെന്ന് പറയാനാണ്. എന്നോട് എൻ്റെ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, ഇന്ന് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സന്യാസിമാർ ശിഷ്യരായിട്ടുള്ള 172 സന്യാസിമാർ ശിഷ്യരായിട്ടുള്ള ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ വിശ്വകർമ്മ കുലത്തിൽ ജനിച്ച സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആദ്യം പോയി സംഘടനയുടെ ആളുകളെ ഐക്യമത്യ സൂക്തം പഠിപ്പിക്കണം. സൂക്തമല്ല അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവരെ എല്ലാം ഒന്നിച്ചു നിർത്തി അത് ചൊല്ലിക്കണം. അതിനാദ്യം അവരെ ഒന്നിച്ചൊന്ന് ഇരുത്താൻ ശ്രമിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ കോട്ടയത്ത് നമ്മൾ അങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചു. ആചാര്യന്മാരും സംഘടനകളിലെ 14ഓളം സംഘടനകളിലെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള പ്രതിനിധികളും അതിൽ പങ്കെടുത്തു. ആദ്യത്തെ കാര്യം സാധിച്ചു. ആചാര്യ സംഗമങ്ങൾ കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. പല ജില്ലകളിലുമായി പരിപാടികൾ. ഇത് വന്നു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ആചാര്യ സമിതികൾ രൂപപ്പെടും.
അതാത് സംഘടനകളിലെ ആളുകളെല്ലാം സംഘടനാ വ്യത്യാസമില്ലാതെ നമ്മുടെ വിശ്വകർമ്മ ഐക്യവേദി പോലെയുള്ള സംഘടനകളുടെ കീഴിൽ വരുന്ന, അതിനോട് യോജിക്കുന്ന, ഈശ്വര വിശ്വാസമുള്ള, വിശ്വകർമാവിനെ കുലഗുരുവായി അംഗീകരിക്കുന്ന എല്ലാ സംഘടനകളുടെ ആളുകളെയും ഒന്നിച്ചിരുത്തി, ആചാര്യന്മാരെയും ഒന്നിച്ചിരുത്തി ജില്ലാതലത്തിൽ നമ്മൾ സമിതികൾ രൂപീകരിക്കും. അതിലൂടെ ആധ്യാത്മിക പഠനങ്ങൾ നമ്മൾ ആരംഭിക്കും. ഓരോ കുലങ്ങളിൽ, ഓരോ ശാഖകളിലും ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടത്തിക്കും. അതാത് ദേശങ്ങളിലുള്ള ആചാര്യന്മാരെ, സ്ഥപതിമാരെ അതാത് ദേശങ്ങളിലെ ഗുരുക്കന്മാരായി പ്രഖ്യാപിക്കും. വിശ്വകർമ്മജരുടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ ഫാദർ ജോൺസൺ ഫെർണാണ്ടസ് അല്ല വരേണ്ടത്, അല്ലെങ്കിൽ മൂസാക്കുട്ടി അല്ല വരേണ്ടത്, മനോരമയും മാതൃഭൂമി അല്ല വരേണ്ടത്. വിശ്വകർമ്മജരുടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ വേദശാസ്ത്രങ്ങൾ പഠിച്ച, വാസ്തുശാസ്ത്രവും ജ്യോതിഷവും പഠിച്ച നല്ല ദൈവകൃപയുള്ള സ്വാത്വികരായ നമ്മുടെ സ്ഥപതിമാരാണ്. ഓണവില്ല് കുടുംബത്തിലെ അംഗങ്ങളെ നിങ്ങൾ വിളിക്കൂ. അവര് ഭഗവാന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണ്. അവരുടെ ആ കൈകൾ കൊണ്ട് നമ്മളുടെ കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിച്ചാൽ ആ കുട്ടികൾ എവിടെ എത്തിച്ചേരുമെന്നറിയോ? കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അമ്മമാരൊക്കെ പറയാറില്ല, ആദ്യം ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം, അച്ഛന്മാർ ആ സമയത്ത് ലേബർ റൂമിൻ്റെ പരിസരത്ത് ഉണ്ടാവുമോ എന്നറിയില്ല. ഞാൻ പെട്ടെന്ന് നിർത്താട്ടോ, ഉണ്ടാവുമോ എന്നറിയില്ല. ഇങ്ങനെ കാത്തു നിൽക്കും. കാത്തു നിന്നിട്ട് കുട്ടിയെ കിയോ കിയോ എന്നുള്ള കരച്ചിലൊക്കെ കേൾപ്പിച്ച് പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും അല്ലെങ്കിൽ അവിടെ ആ ചേട്ടത്തി അനിയത്തിയൊക്കെ കൂടി ചേർന്നിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ മേടിക്കും. എൻ്റെ കള്ളി എത്ര കാലായി എന്ന് കാണാൻ. അമ്മേനെ പോലെ തന്നെ, അച്ഛനെ പോലെ തന്നെ. എവിടെ? കൊച്ചിൻ്റെ കണ്ണുപോലും തുറന്നിട്ടില്ല. മേത്തെ ദേഹത്തുള്ള ആ സ്രവങ്ങൾ പോലും മാഞ്ഞു പോയിട്ടില്ല. കുട്ടിക്ക് ഒരു രൂപവും ഇല്ല, ഒരു മനുഷ്യക്കുട്ടിയുടെ രൂപം, ഒരു രോമം പോലും വന്നിട്ടില്ല. എന്നിട്ട് പറയാം അച്ഛൻ്റെ അതേ മീശ, അതേ കണ്ണ്, അതേ മൂക്ക്. പിന്നെയോ ആദ്യം വിളിക്കുന്നത് എന്താ? കള്ളി. ശരിയല്ലേ? ആ കുട്ടി ആരായി തീരും? അതേ സമയത്ത് ഇസ്ലാമിക സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒക്കെ അവരുടെ കുട്ടികളെ കിട്ടിയാൽ അവരവരുടെ കാതിൽ യേശുവേ സ്തോത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലിക്കൊടുക്കും. നമ്മളോ കള്ളനും കള്ളിയെന്നും വിളിക്കും. അല്ലെങ്കിൽ കറമ്പ, കുറുമ്പി. കൊച്ചൊന്നും ഒരു ഇച്ചിരി കറുത്തിരുന്നാൽ, ഒന്ന് മെലിഞ്ഞിരുന്നാൽ പിന്നെ എലുമ്പാന്ന് വിളിക്കും. ആ കൊച്ചു ഭാവിയിൽ അങ്ങനെ തന്നെയായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗർഭിണിയായി കഴിഞ്ഞാൽ അന്നു മുതൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വിശ്വബ്രഹ്മദേവന്റെ കീർത്തനങ്ങളെ കേൾപ്പിക്കണം. ആ ഗർഭിണിയെ അവളുടെ മൊബൈലിൽ ഡാഡി മമ്മി വീട്ടിൽ ഇല്ല, അയലോക്കത്താരും ഇല്ല, ഇപ്പോൾ വന്ന വിളയാടാം, ആ പാട്ടല്ല ഈ കുട്ടിയെ കേൾപ്പിക്കേണ്ടത്. കുട്ടി ഭാവിയിൽ അങ്ങനെ തന്നെ ആവും. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ വിളയാടാൻ വിളിക്കും. അവസാനം വിളയാടൽ പത്രത്തിൽ വരും. പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല സമുദായത്തിന്. 173 പെൺകുട്ടികളാണ് വിശ്വകർമ്മ കുലത്തിലെ പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം മറ്റു മതസ്ഥതയിലേക്ക് ഒളിച്ചോടിപ്പോയത്. 2022, 2023 കാലഘട്ടങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാട്ടോ. കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ സംഘടനകൾക്കാണ്, നമ്മുടെ ആചാര്യന്മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനടക്കം അതിന് ഉത്തരവാദിയാണ്. ആ കുറ്റവും ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഇതുണ്ടാവരുത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ആധ്യാത്മിക പാതയിലേക്ക് കൊണ്ടുവരണം, അവരെ പഠിപ്പിക്കണം. VSSന്റെ യൂത്തിൻ്റെ ചുമതലയുള്ള ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അവരൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന്. എല്ലാ സമുദായ സംഘടനകളെയും നിങ്ങൾ ഒന്നിച്ച് വിളിച്ചു കൂട്ടണം. വിശ്വകർമ്മ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം, അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം, നമ്മുടെ ഇടയിൽ പോലീസുകാരും കളക്ടർമാരും ഉണ്ടാവണം. ഓരോ സംഘടനയും
ഒരു IPS കാരനെ, ഒരു IPS കാരി, IAS കാരനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. സൗഹൃദ വേദിക്ക് ഒരു IAS കാരനെ കിട്ടില്ലേ? ഒരു IPS കാരനെ കിട്ടില്ലേ? നിങ്ങൾ ശ്രമിച്ചാൽ ഒരു മാസം 100 രൂപ വെച്ച് മാറ്റി വെച്ചാൽ മതി. 1000 പേരെ സംഘടിപ്പിക്കുക. ഒരു മാസം 100 രൂപ വെച്ച് കൊടുക്കുന്ന 1000 പേരെ. 100 രൂപ എന്താ ഉള്ളത്? കപ്പലണ്ടി മേടിക്കുന്ന പൈസയുള്ളൂ. 1000 പേരത് കൂട്ടി വെച്ചാൽ ഒരു വർഷം ഒരു കുട്ടിക്ക് IPSനും IASനും MBBSനും പോകാനുള്ള പൈസയായോ? അങ്ങനെ നമ്മുടെ ഈ 140-200 സംഘടനകൾ ചേർന്ന് ഇതുപോലൊരു തീരുമാനമെടുത്താൽ വിശ്വകർമ്മജർ ആരാ? പറയാൻ എളുപ്പമാണ്. സ്വാമിക്ക് ഇത് പറയാം, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ അല്ലേ? സ്വാമിക്ക് ഇതുപോലെ വന്ന് പ്രസംഗിക്കാം, ദക്ഷിണ മേടിക്കാം, രുദ്രാക്ഷം കൊടുക്കാം, കിട്ടണ ദക്ഷിണ മേടിക്കാം, പോകാം. ഇതല്ലാതെ കുടുംബമായിട്ട് കൊണ്ടു കിടക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളല്ലാതെ വേറെ ആരാ ഇത് ചെയ്യാനുള്ളത്? മറ്റു സമുദായങ്ങളൊക്കെ വളർന്നു വരുന്നത് നമ്മളൊന്ന് കാണണം, ഒന്ന് ഉണരണം. നമ്മൾ ഓണവില്ല് കുടുംബത്തിൻ്റെ അധികാരവും അവകാശവും തട്ടിയെടുക്കാൻ നോക്കിയവരെ എല്ലാ സമുദായ സംഘടനകളും ഒന്നിച്ചു നിന്ന് ചെതിർത്തില്ലേ? നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന്. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാനറിയുന്നത്, ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പൊങ്കാലയിലെ ആദ്യ അടുപ്പിലേക്ക് വിളക്ക് കൊളുത്തുന്നത് ആരാന്ന് ഓർത്തേ? മന്ത്രിയല്ല, അല്ലെങ്കിൽ കളക്ടറോ മുഖ്യമന്ത്രിയൊന്നുമല്ല, വിശ്വകർമ്മജനാണ് അതിനുള്ള അവകാശം. നിങ്ങളത് പ്രചരിപ്പിക്കണം. ലക്ഷക്കണക്കിന് അമ്മമാരുടെ ഏറ്റവും വലിയ ആരാധന നടക്കുന്ന, സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ഒരു ആഘോഷം നടക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടുമ്പോൾ, ആറ്റുകാലല്ലേ പൊങ്കാലയിടുമ്പോൾ അവിടെ ആ ചടങ്ങ് നിർവഹിക്കുന്നത്, ആദ്യ പണ്ടാര അടുപ്പിലേക്ക് വിളക്ക് കൊളുത്തുന്നത് വിശ്വകർമ്മജനാണ്. ഇത്രയും വലിയ ഒരു കുലം എവിടെയാ ഉള്ളത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അകത്തേക്ക്, കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രാജാവ് രാജകുടുംബവും ആദ്യം നോക്കി നമസ്കരിക്കുന്നത് ആരെയാ? ആ ക്ഷേത്രം പണിത കുടുംബത്തിൻ്റെ സ്ഥപതിയെ അവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതേലേക്ക് നോക്കി നമസ്കരിച്ചിട്ടേ അകത്തേക്ക് കയറി പോകാൻ പാടുള്ളൂ രാജകുടുംബങ്ങൾക്ക്. ഇത്രയേറെ സ്ഥാനങ്ങളുള്ള നമ്മൾ കുറെ ശ്ലോകം പഠിച്ചു വെച്ചിട്ടോ ശ്ലോകം പ്രസംഗിച്ചിട്ടോ എഴുതി പ്രചരിപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ ഒന്നായി ഒന്നിച്ചു നിൽക്കണം. നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു സമുദായ സംഘടന നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ദേശത്ത് പരിപാടികൾ നടത്തിയാൽ ക്ഷണിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കരുത്. എല്ലാവരും പോകണം. ഏത് സംഘടനയാണെങ്കിലും പോകണം. അവിടെ പോയി അതിൽ പങ്കുചേരുക. പിന്നെ പരിപാടി നടത്തുമ്പോൾ അവിടെ ചിക്കനും മട്ടനും ഒക്കെയാണ് വിളമ്പണമെങ്കിൽ മാത്രം പോകരുതെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ സംഘടനകളിൽ 1-2 പേര് അബദ്ധത്തിൽ ചെയ്തതാണ്. കാരണം ആഘോഷമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് വിശ്വകർമ്മദേവൻ്റെയും ശങ്കരാചാര്യ ദേവൻ്റെ ഗുരുവിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സമ്മേളനത്തിന് അധികമൊന്നുമില്ല, ചിക്കൻ കറി മാത്രമേ ഉണ്ടായുള്ളൂ. അത് കേരളത്തിലല്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇനി അതന്വേഷിച്ചുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും തപ്പി അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത്. കോയമ്പത്തൂർ നടന്ന കഥയാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. കേരളത്തിലുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും വിശ്വകർമ്മജർ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച നിഷ്ഠയോടുകൂടി വീട്ടിൽ നിത്യവും വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് നമ്മുടെ കുട്ടികളെ രാവിലെ എഴുന്നേൽക്കാൻ പഠിപ്പിച്ച് ആ കുട്ടികളെ ആധ്യാത്മികതയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. ആധ്യാത്മികതയിലൂന്നിയ ഭൗതിക മുന്നേറ്റം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓരോ സംഘടനകളിലും അതാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ പോകുവാൻ വിശ്വകർമ്മദേവൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹത്തോടെ കേരളത്തിൽ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠം സ്ഥാപിക്കപ്പെട്ടു. പെരിയമ്പലം കൃഷ്ണാനന്ദ സിദ്ധവേദാശ്രമത്തിൻ്റെ മഠാധിപതിയായിരിക്കുന്ന സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിയാണ് ആ മഠത്തിൻ്റെ പീഠത്തിൻ്റെ
ഇപ്പോഴത്തെ പീഠാധീശർ. 5 വർഷമാണ് ഒരു പീഠാധീശരുടെ കാലാവധി. ഇത് തലമുറയോളം ഒരാൾ കൊണ്ടു നടക്കണം എന്നുള്ളതല്ല, എഴുതി വച്ചിരിക്കുന്ന നിയമം അങ്ങനെയാണ്. അടുത്തു വരുന്നത് ആരാണോ ഒരു സന്യാസിയായിരിക്കും വിശ്വകർമ്മജൻ. അതുകൊണ്ട് അങ്ങനെ ഉള്ള ആ പീഠം എല്ലാ വിശ്വകർമ്മ സംഘടനകളെയും ഇതുപോലുള്ള വിശ്വകർമ്മ കൂട്ടായ്മകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഏതാവശ്യത്തിനും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളും ഏറ്റെടുക്കുക. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക. കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠമെന്ന് ഫേസ്ബുക്ക് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം. അതിലൂടെ അവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ചിത്രങ്ങളോ ബംഗ്ലാദേശിലെ വാർത്തകളോ ഒന്നും ഇടരുത്, ഷെയർ ചെയ്യരുത്. വിശ്വകർമ്മജരെ ബാധിക്കുന്ന വിശ്വകർമ്മജരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അതിലൂടെ നിങ്ങൾക്ക് കൈമാറാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേ ചെയ്യാവുള്ളൂ. എന്തോരം വാട്സപ്പ് ഗ്രൂപ്പാണ്, 173 ഗ്രൂപ്പിൽ 2 മൊബൈൽ ഞാൻ മേടിക്കേണ്ടി വന്നു. ഇപ്പോൾ 173 വിശ്വകർമ്മ ഗ്രൂപ്പുണ്ട് എനിക്ക്. ഞാൻ അതിൽ അംഗങ്ങളാണ്, പകുതി എണ്ണത്തിലും അഡ്മിനാണ്. ഞാൻ തുടങ്ങിയത് ഒന്നേ ഉള്ളൂ, മഠത്തിൻ്റെ പേരിലുള്ള. അത് ആചാര്യന്മാർ മാത്രമേ ഉള്ളൂ, ഒരു 30 പേരേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതിൽ വരുന്നത് വിശ്വകർമ്മരുടെ വിഷയങ്ങളല്ല, അവിടുത്തെ നടിയുടെയും നടൻ്റെയും ജീവചരിത്രമൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളത് അതുപോലെ ആവശ്യമില്ലാതെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ പോയാൽ മാത്രമേ സനാതനധർമ്മം നിലനിൽക്കുകയുള്ളൂ, വിശ്വകർമ്മജരും നിലനിൽക്കുകയുള്ളൂ. സനാതനധർമ്മം നിലനിന്നാൽ മാത്രമേ വിശ്വകർമ്മജർക്ക് നിലനിൽപ്പുള്ളൂ. അത് നിങ്ങൾ പഠിക്കണം. അത് പഠിപ്പിക്കാൻ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും കേരളത്തിൽ ധാരാളം ഉണ്ടാകട്ടെ. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഋഷിപഞ്ചമി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ച് ഞാനും നിങ്ങളെ ശ്രമിക്കാനായിരിക്കുന്നു. നമസ്തേ.